വീണ വിജയൻ ഇന്ന് ഇഡിക്ക് മുന്നിൽ ഹാജരായി. കഴിഞ്ഞ ദിവസങ്ങളെല്ലാം അവധി വെച്ച് നിൽക്കുമായിരുന്നു. എന്തായിരിക്കും ഇന്ന്? ഇനിയിപ്പോ കല്ലെറിയോ അതോ സമരം ചെയ്യുമോ എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. ഇനി കല്ലെറിയാനും സമരം ചെയ്യാനുമുള്ള ഒരു സാധ്യതയുമില്ല. അത്തരത്തിലുള്ള ഒരു നീക്കത്തിലേക്ക് CPM കടക്കില്ല. കാരണം ഒരു തവണ കല്ലെറിഞ്ഞതിന്റെ ബാക്കി പത്രം ഇപ്പോഴും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. ആ കല്ലേറിന് നേതൃത്വം നൽകിയ തിരുവനന്തപുരത്തെ മുൻ കൗൺസിലർ, ലോക്കൽ സെക്രട്ടറി IP ബിനു ഉൾപ്പെടെയുള്ളവർ ഇപ്പോഴും ജയിലിന്റെ ഉള്ളിൽ കഴിയുകയാണ്. പുറത്തിറങ്ങാൻ കഴിയാത്ത, കാരണം ഇഡിക്കെതിരായ കേസ് അത്ര പെട്ടെന്ന് എളുപ്പത്തിൽ ഊരി വരാൻ കഴിയുന്ന ഒരു കേസല്ല. പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ ഉണ്ടാകുന്ന അക്രമത്തിനെ പോലെയുള്ള ഒരു കേസല്ല എന്നിപ്പോൾ CPM നേതൃത്വത്തിന് മനസ്സിലായിട്ടുണ്ടോ? ഒന്നാമത്തെ കാര്യം. രണ്ട്, ഇഡിക്കെതിരെ ഇഡി ഉദ്യോഗസ്ഥർ 12 ഇടത്താണ് റെയ്ഡ് നടത്തിയത്. ഒന്ന് തിരുവനന്തപുരത്തെ പിണറായി വിജയന്റെ വാടക വീട്ടിൽ, രണ്ട് പിണറായി വിജയന്റെ കണ്ണൂർ ധർമ്മടത്തെ കണ്ണൂർ പിണറായിലെ വീട്ടിൽ, മൂന്ന് വീണയുടെ ഭർത്താവും ബേപ്പൂർ MLA മുഹമ്മദ് റിയാസിന്റെ കോഴിക്കോട് കോട്ടൂളിയിലെ വീട്ടിൽ, മറ്റൊന്ന് കമ്പനികളുമായി ബന്ധപ്പെട്ട കരിമണൽ കർത്തയുമായി ബന്ധപ്പെട്ട ഇടത്തെല്ലാം 12 ഇടത്താണ് റെയ്ഡ് നടത്തിയത്. എന്നാൽ പ്രതിഷേധം കോഴിക്കോടും കണ്ണൂരും തിരുവനന്തപുരത്തും എല്ലാം ഉണ്ടായിരുന്നു. എന്നാൽ കണ്ണൂരിൽ സമാധാനപരമായിരുന്നു. വലിയ സംഘർഷം നടക്കേണ്ട സ്ഥലം കണ്ണൂരായിരുന്നു. എന്നാൽ അവിടെ വളരെ സമാധാനപരമായിട്ടാണ് പ്രതിഷേധം ഉണ്ടായത്. കോഴിക്കോട്ടും പോലീസുമായി ചില വാക്തർക്കം ഉണ്ടായി എന്നല്ലാതെ ഇഡി ഉദ്യോഗസ്ഥർക്കെതിരെ ഒരു തരത്തിലുള്ള ഒരു വാക്കുകൾ കൊണ്ടുപോലും അവർക്കെതിരെ ഒരു പ്രതിഷേധം ഉണ്ടായില്ല. തിരുവനന്തപുരത്താണ് വലിയ സംഘർഷത്തിലേക്ക് നീങ്ങിയത്. എന്നാൽ ഈ സംഘർഷത്തിന് ശേഷം നിരവധിയായ പാർട്ടി പ്രവർത്തകർ ജയിലിൽ പോയപ്പോൾ പല പാർട്ടി നേതാക്കന്മാരും പാർട്ടി പ്രവർത്തകരും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. മുൻ മുഖ്യമന്ത്രിയും നിലവിലെ പ്രതിപക്ഷ നേതാവും പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോ അംഗവുമായ പിണറായി വിജയനെതിരെ ഇഡിയുടെ പേരിൽ അന്വേഷണം നടക്കുന്നില്ല. ഇഡി ഒരു കേസ് പോലും എടുത്തിട്ടില്ല. പാർട്ടി അംഗത്വമില്ലാത്ത വീണക്കെതിരായ അന്വേഷണത്തിന്റെ പേരിൽ എന്തിനാണ് പാർട്ടി സമരം ചെയ്യുന്നത് എന്നൊരു ചോദ്യം ഉയരുന്നുണ്ട്. ആ ചോദ്യത്തിന് പാർട്ടി നേതൃത്വത്തിന് കൃത്യമായ ഉത്തരമില്ല. അപ്പോൾ കഴിഞ്ഞ തവണ മാധ്യമങ്ങളെ കണ്ട പാർട്ടി സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞത്, ഞങ്ങൾ പിണറായി വിജയനെ സംരക്ഷിക്കും, വീണയെ സംരക്ഷിക്കേണ്ട ആവശ്യം ഞങ്ങൾക്കില്ല. അതായത് പോലീസ് കേസ് വന്നതോടുകൂടി പാർട്ടി നേതൃത്വത്തിന് മനമാറ്റം ഉണ്ടായിട്ടുണ്ട് എന്നാണ് ഒന്നാമത്തെ കാര്യം. രണ്ട്, വീണയെ അത് സംരക്ഷിച്ചാൽ മറ്റ് ചില കേസുകളുമായി ബന്ധപ്പെട്ട ആളുകൾ ചോദ്യം ചോദിച്ചാൽ അതിന് ഉത്തരം പറയാനില്ല എന്ന് പാർട്ടിക്ക് കൃത്യമായ ബോധ്യമുണ്ട്. പാർട്ടിയുടെ മുൻ സംസ്ഥാന സെക്രട്ടറിയും പോളിറ്റ് ബ്യൂറോ അംഗവുമായ കോടിയേരി ബാലകൃഷ്ണന്റെ മകൻ ബിനീഷ് കോടിയേരി വീണയെ പോലെയല്ല, പാർട്ടിയിൽ സജീവമായി പ്രവർത്തിച്ച, വിദ്യാർത്ഥി കാലഘട്ടത്തിൽ മാറിവാനിയസ് കോളേജിൽ തിരുവനന്തപുരത്ത് പഠിക്കുമ്പോൾ SFIയുടെ തിരുവനന്തപുരത്തെ പ്രധാനപ്പെട്ട സമരമുഖങ്ങളിൽ ഒരാളായിരുന്നു ബിനീഷിനെതിരെ ഒരു കേസ് വന്നപ്പോൾ അന്ന് ബിനീഷിന്റെ പിതാവും പാർട്ടി സെക്രട്ടറിയുമായ കോടിയേരി പറഞ്ഞത്, ബിനീഷ് എൻ്റെ മകനായിരിക്കാം, പക്ഷേ ഈ കേസ് പാർട്ടിയുമായി ബന്ധപ്പെട്ട കേസല്ല, കേസിന്റെ വഴിക്കും പാർട്ടിയുടെ വഴിക്കും പോകും. ബിനീഷിനെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം പാർട്ടിക്കില്ല എന്നൊരു നിലപാടാണ് കോടിയേരി ബാലകൃഷ്ണൻ സ്വീകരിച്ചത്. എന്നാൽ പിണറായി വിജയൻ അത്തരത്തിൽ ഒരു നിലപാട് സ്വീകരിച്ചില്ല. ഇത് പാർട്ടി അണികൾക്കിടയിൽ വലിയ പ്രതിഷേധമുണ്ട്. അതുകൊണ്ട് ഇന്ന് ഹാജരായ ഈ ഘട്ടത്തിൽ ഒരു പ്രതിഷേധവും, അല്ലെങ്കിൽ നാളുകളിലും ഹാജരാകുമ്പോൾ ഒരു പ്രതിഷേധവും ഇനി പാർട്ടി പ്രവർത്തകരുടെ ഭാഗത്തൊന്നും ഉണ്ടാവില്ല. രണ്ടാമത്തെ കാര്യം, ഈ കേസുമായി ബന്ധപ്പെട്ട് പിണറായി വിജയന്റെ മകൾക്ക് എന്തിന് ഇത്തരത്തിൽ ഒരു കമ്പനി പണം നൽകി? മുഖ്യമന്ത്രിയുടെ മകൾക്ക് എന്ന രൂപത്തിലാണോ പണം നൽകിയതെന്നാണ് ഇഡി അന്വേഷിക്കുന്നത്. വീണയുടെ എക്സാലോജിക് എന്ന് പറയുന്ന കമ്പനി എന്ത് സേവനമാണ് കരിമണൽ കർത്തയുടെ കമ്പനിക്ക് CMRL നൽകിയത് എന്നൊരു ചോദ്യമുണ്ട്. അതിന്റെ എല്ലാ രേഖകളും ഹാജരാക്കണമെന്ന് ഇന്ന് കർശനമായ നിർദ്ദേശം ഇഡി നൽകിയിട്ടുണ്ട്. മറ്റൊന്ന്, പുറത്തു വന്ന വാർത്തകൾ പ്രകാരം തിരുവനന്തപുരത്തെ റെയ്ഡിൽ വീണ വിജയന്റെ ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ അടക്കമുള്ള ചില വിശദാംശങ്ങൾ പിടിച്ചെടുത്തിട്ടുണ്ടെന്നാണ് പറയപ്പെടുന്നത്. ഇഡിയുടെ ഒരു സംഭവമുള്ളത്, ഇഡി റെയ്ഡ് നടത്തിയാൽ ഇഡി മാധ്യമപ്രവർത്തകരെ കണ്ട് റെയ്ഡിന്റെ വിശദാംശങ്ങളൊന്നും പറയില്ല. ചിലപ്പോൾ അവർ പത്രക്കുറിപ്പ് ഇറക്കും. അത് മാത്രമാണ് ഇഡിയുടെ ഒരു നടപടി. രണ്ടാമത്തെ കാര്യമുള്ളത്, ബാങ്ക് അക്കൗണ്ടുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ഇഡി ഉദ്യോഗസ്ഥർ പിടിച്ചെടുത്തിട്ടുണ്ട് എന്ന് പറയപ്പെടുന്നു. ഇതെല്ലാം വെച്ചിട്ടാണ് ഇഡി ചോദ്യം ചെയ്യുക. ഇഡിയുടെ ഒരു ചോദ്യം ചെയ്യുന്ന രീതി ഒരു 5-6 ഉദ്യോഗസ്ഥർ ഒരുമിച്ചിരുന്ന് മാറി ചോദ്യം ചെയ്യുന്ന രീതിയാണ്. അതായത് കൃത്യമായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ, കൃത്യമായ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇഡി ചോദ്യം ചെയ്യുക. ആ ചോദ്യങ്ങൾ പല ഉദ്യോഗസ്ഥർ മാറി ചോദിക്കുമ്പോൾ ഒരു കളവ് ഒരിക്കലും മറച്ചു വെക്കാൻ കഴിയില്ല എന്ന് ഇഡിക്ക് കൃത്യമായി അറിയാം. ആ ഒരു പശ്ചാത്തലത്തിൽ ഇഡിയുടെ തുടർ നീക്കങ്ങൾ എന്തായാലും നിർണായകമാകും. ഞാൻ മനസ്സിലാക്കുന്നത് ഇഡി അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്കൊന്നും ആദ്യഘട്ടത്തിൽ കടക്കില്ല. സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ടൊക്കെ ഇഡിയുടെ നടപടിയിൽ കണ്ടതാണ്. 2, 3, 4 തവണ ചോദ്യം ചെയ്ത് ആ ചോദ്യം ചെയ്യലുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ക്രോഡീകരിച്ച് ഇഡിയുടെ ഉന്നത ഉദ്യോഗസ്ഥർ യോഗം ചേർന്ന്, ആ ഡൽഹിയിൽ നിന്നടക്കമുള്ള ഉദ്യോഗസ്ഥർ കൊച്ചിയിലെത്തി യോഗം ചേർന്ന് ആ യോഗത്തിന് ശേഷമാണ് അറസ്റ്റ് നടപടികൾ, ആവശ്യമാണെങ്കിൽ അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് ഇഡി കടക്കുക. അല്ലാണ്ട് പൊടുന്നനെ അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്യുന്ന രീതി പോലീസിനെ പോലെയോ അല്ലെങ്കിൽ CBI പോലെയുള്ള മറ്റ് ഏജൻസികളെ പോലെയോ ഒന്നും ഇഡിയുടെ നടപടികൾ അത്തരത്തിലല്ല ഉണ്ടാവാറ്. അതുകൊണ്ട് തന്നെ വലിയ തരത്തിലുള്ള ഒരു പ്രതിസന്ധിയിലാണ് പിണറായി വിജയനും കുടുംബവും പെട്ടിരിക്കുന്നത് നമുക്ക് പറയാൻ സാധിക്കും. അതായത് പിണറായി വിജയനെ ഏതെങ്കിലും തരത്തിൽ വീണയെ അറസ്റ്റ് ചെയ്താൽ
പിണറായി വിജയൻ സമൂഹത്തോട് മറുപടി പറയാൻ ബാധ്യസ്ഥനാണ്. അത് വീണയുടെ പിതാവ് എന്ന രൂപത്തിൽ മാത്രമല്ല, മുൻ മുഖ്യമന്ത്രിയും നിലവിലെ പ്രതിപക്ഷ നേതാവ് എന്ന തരത്തിൽ അദ്ദേഹം മറുപടി പറയണം. കാരണം പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിരിക്കുന്ന കാലഘട്ടത്തിലാണ് വീണ വിജയന്റെ എക്സാലോജിക് എന്ന കമ്പനിക്ക് CMRL പണം നൽകുന്നത്. എന്താണ് സേവനം? വീണ പറയുന്നുണ്ട് ഞാൻ കൃത്യമായ ടാക്സ് അടച്ചിട്ടുണ്ട്, GST ഉണ്ട് എന്നൊക്കെ വീണ പറയുന്നുണ്ട്. പക്ഷേ എന്ത് സേവനത്തിനാണ് നൽകിയത് എന്നൊരു ചോദ്യം വരുന്നുണ്ട്. ഈ കേസുമായി ബന്ധപ്പെട്ട് വീണ വിജയനുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ മൂവാറ്റുപുഴ MLA മാത്യു കോൾനാടനും അതോടൊപ്പം തന്നെ ഷോൺ ജോർജും നടത്തിയ ഇടപെടലുകൾ നമ്മൾ കണ്ടതാണ്. അവരെല്ലാം ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, വീണയുടെ എക്സാലോജിക് എന്ന് പറയുന്ന AKG സെന്റർ, അത് AKG സെന്റർ അഡ്രസ് നൽകിയിട്ടാണ് ഈ കമ്പനി രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഈ കമ്പനി എന്ത് സേവനമാണ് CMRL നൽകിയത്? CMRL സേവനം നൽകിയതിന്റെ മറുപടി പറയാൻ പിണറായി വിജയൻ ബാധ്യസ്ഥനാണ്. അല്ലെങ്കിൽ പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിരിക്കെ ഈ കരിമണൽ കർത്തയുടെ കമ്പനിക്ക് വഴിവിട്ട നീക്കങ്ങൾക്ക് വേണ്ടി വീണ വിജയനെ സ്വാധീനിച്ചെന്ന് ആരെങ്കിലും കുറ്റം പറഞ്ഞാൽ, ആരെങ്കിലും പരാതി പറഞ്ഞാൽ അവരെ കുറ്റം പറയാൻ കഴിയില്ല. അതുകൊണ്ട് ഏതെങ്കിലും തരത്തിൽ അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കടന്നാൽ CPM മറുപടി പറയണം, CPMന്റെ അഖിലേന്ത്യാ സെക്രട്ടറി MA ബേബി മറുപടി പറയണം, സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മറുപടി പറയണം. അതിലെല്ലാം ഉപരി വീണയുടെ പിതാവും മുൻ മുഖ്യമന്ത്രിയും ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവുമായ പിണറായി വിജയൻ മറുപടി പറയുക എന്ന് മാത്രമല്ല, അദ്ദേഹം ആ സ്ഥാനം രാജിവെക്കാൻ തയ്യാറാണ്. കാരണം മുഖ്യമന്ത്രിയായിരിക്കെ പിണറായി വിജയനിൽ നിന്ന് വഴിവിട്ട നീക്കത്തിന് വേണ്ടിയാണ് കരിമണൽ കർത്തയ്ക്ക് സേവനം എന്ന പേരിൽ കരിമണൽ കർത്ത ഏകദേശം 1,70,00,000 അടുത്ത തുക വീണയ്ക്ക് നൽകിയതെന്ന് ആരെങ്കിലും കുറ്റം പറഞ്ഞാൽ, അല്ലെങ്കിൽ ആരെങ്കിലും പറഞ്ഞാൽ അവരെ നമുക്ക് തള്ളിപ്പറയാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നത്. അതോടൊപ്പം തന്നെ EDയുടെ നിർണായകമായ നടപടികളാണ് ഇനി ഉണ്ടാകാൻ പോകുന്നത്. ED ഇന്ന് രേഖകൾ ഹാജരാക്കണമെന്ന് കർശനമായി ആവശ്യപ്പെട്ടിട്ടുണ്ട്. സ്വാഭാവികമായും ആ രേഖകൾ വീണ ഹാജരാക്കും. വീണ ഹാജരാക്കുന്ന രേഖകൾ പരിശോധിക്കും. ആ രേഖകൾ പരിശോധിച്ച വീണ്ടും, ഞാൻ ഉറപ്പിച്ചു പറയുന്നു, വീണ വിജയനെ വീണ്ടും ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കും. ആ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുന്നതിന് മുമ്പ് തന്നെ ED യോഗം ചേരും. ED യോഗം ചേർന്ന ഇന്നത്തെ ചോദ്യം ചെയ്യലുമായി ബന്ധപ്പെട്ട എല്ലാ ചോദ്യം ചെയ്യലുമായി ബന്ധപ്പെട്ട ഉത്തരങ്ങളെല്ലാം ED രജിസ്റ്റർ ചെയ്യും. അതിനെ തുടർന്ന് ശേഷമായിരിക്കും പിന്നീടുള്ള തുടർ നടപടികളിലേക്ക് ED കടക്കുക.